നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എങ്ങുമെത്താതെ അവസാനിക്കുകയാണ്. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ്. ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല. ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല. അപ്പൊ 2 ലക്ഷ്യമാണ് മുഖ്യമന്ത്രി CPM-നുള്ളത്. ഒന്ന്, പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക. മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ജയിലിലായ 3 CPM നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക. ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക. അതിനുവേണ്ടി SIT-യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത്. ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൌർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യമാണ്. സർക്കാരാണ് ഇതിന്റെ അകത്ത് ഇടപെടുന്നത്. എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് അവർക്കെതിരായി അച്ചടക്ക നടപടികൾ പോലും അവർ സ്വീകരിക്കാതിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി CPM സ്വർണം കട്ടതിന് സോണിയാഗാന്ധിയെ കുറിച്ച് പറയേണ്ടതിന്, സ്വർണം കട്ടത് CPM നേതാക്കളാണ്. ആ CPM നേതാക്കളെ സംരക്ഷിക്കുന്നത് CPM ആണ്, മുഖ്യമന്ത്രിയാണ്, ഭരണകൂടമാണ്, CPM നേതൃത്വമാണ്. അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്താണ് അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയത് സോണിയാഗാന്ധിയാണ്. അപ്പൊ സോണിയാഗാന്ധിയെ മനഃപൂർവ്വം വലിച്ചഴിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്കാണ് BJP മാർച്ച് നടത്തിയത്. അപ്പൊ CPM-ഉം BJP-യും കൂടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. കാരണം സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സന്തോഷിക്കുന്നത് BJP നേതൃത്വമാണ്. ആ BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവര് പ്രിയങ്ക ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പേര് പറയുമ്പോൾ BJP, പ്രിയങ്ക ഗാന്ധിയാണോ അയ്യപ്പന്റെ സ്വർണം കവർന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് വയനാട്ടിലേക്ക് മാർച്ച് നടത്തിയാണ് BJP. CPM നിയമസഭയിൽ വന്ന് മന്ത്രിമാരുൾപ്പെടെ ആവർത്തിച്ച് അവരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. ഇത് BJP നേതൃത്വത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്പീക്കർ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു അഭിപ്രായമില്ല. എനിക്കത് പറയുന്നതിൽ ദുഃഖമുണ്ട്. ഇന്ന് 5 മന്ത്രിമാർക്കാണ് പറയാൻ അവസരം കൊടുത്തത്. 5 മന്ത്രിമാരും അതിൽ 4 പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുക. അത് എനിക്ക് വിരോധമില്ല. കാരണം അവര് എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെങ്ങനെ നോ പറയുന്നു? അവര് നിരന്തരമായി വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. AKG സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ്. അതിന്റെ കണ്ടിന്യൂവേഷനാണ് നിയമസഭയിൽ കണ്ടത്. എനിക്ക് പ്രതിഷേധമില്ല. വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. അതിനെല്ലാം സ്പീക്കർ അവസരം കൊടുക്കുകയാണ്. 5 മന്ത്രിമാർക്കാണ് ഇന്ന് സംസാരിക്കാൻ. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ 5 മന്ത്രിമാർക്കാണ് ഇന്ന് സ്പീക്കർ അവസരം കൊടുത്തത്. 5 പേർക്ക്. അവർ ആവർത്തിച്ച് ഓരോരുത്തർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ഇതിൽ നിന്ന് CPM-ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിണറായി ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് CPM-ആണ്, ഭരണകൂടമാണ്, പിണറായി ഭരണമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വർണ്ണ കവർച്ച, അതിന്റെ യഥാർത്ഥ ആളുകൾ, ഇനിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ എത്താനുണ്ട്, ഉന്നതന്മാരിലേക്ക്. അത് എത്തുന്നതുവരെ, യഥാർത്ഥ പ്രതികൾ അരിക്കകത്താകുന്നതുവരെ, തെളിവുകൾ ശേഖരിക്കുന്നതുവരെ അതിശക്തമായി UDF ഈ സമരവുമായി മുന്നോട്ട് പോകും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷത്തിന്റെ ഈ സമരം. ജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിലുള്ളതാണ്. ഈ ശബരിമലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. അവിടെ ഒരു മോഷണം, അവിടുത്തെ സ്വർണം കട്ടെടുക്കുക, അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിപക്ഷം സമരം നടത്തുന്നത്. വേണ്ടാത്തൊരു സമരമല്ല ഞങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ഇത് പതുക്കെ ഒതുക്കി തീർക്കാം, ഇലക്ഷന്റെ മുമ്പ് ആരിലേക്കും ഇനി കൂടുതൽ പോവണ്ട, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക, എന്നിട്ടും എല്ലാം ഊരുക. ആ പരിപാടിക്ക് എതിരായിട്ടാണ് ഇതിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ, തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ. അത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യമാണ്, അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം നിയമസഭയിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനേക്കാൾ വലിയ പ്രശ്നം പലതുമുണ്ട് എങ്കിൽ പോലും കേരളത്തിൽ സംഭവിച്ചുകൂടാത്തൊരു കാര്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കും.
പ്രതിപക്ഷ നേതാവ് ഇത് രണ്ടാമത്തെ ദിവസമാണോ സഭ ബഹിഷ്കരിക്കുന്നത്? ഇത്രയും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്, എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം സഭയിൽ കൊണ്ടുവരുന്നത്? അല്ല, അടിയന്തര പ്രമേയം ഇത് ചർച്ച ചെയ്താണല്ലോ. അടിയന്തര പ്രമേയമല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മന്ത്രി വാസവൻ രാജിവെക്കണം, SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണം. അത് സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ്. SITയുടെ അന്വേഷണം വഴിയിലാവുകയാണ്. മന്ത്രി രാജിവെക്കുന്നില്ല. ഞങ്ങളുടെ ഡിമാൻഡ് അതാണ്. അത് ചർച്ച ചെയ്താൽ തീരുന്നല്ലോ. ഞങ്ങളുടെ ആ ഡിമാൻഡ് അംഗീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഹൈക്കോടതി നേരിട്ടുള്ള മേൽനോട്ടം നടത്തുന്ന അന്വേഷണമാണ് SITയുടേത്. ഇത് സർക്കാരിന് റോളില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമരം ഹൈക്കോടതിക്ക് എതിരെയാണെന്നാണ് മുഖ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോ CPM ഹാൻഡിലുകളെല്ലാം കരുത്തനായ മുഖ്യമന്ത്രി തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തു എന്ന് CPM നേതാക്കളൊക്കെ അവകാശപ്പെട്ടല്ലോ. അപ്പോ SITയുടെ നിയന്ത്രണം പൂർണ്ണമായി എല്ലാവർക്കും അറിയാം. പക്ഷേ ആ SITയിലുള്ള ഉദ്യോഗസ്ഥന്മാര് ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മീതെ ഭയങ്കരമായ സമ്മർദ്ദമാണ്. അവിടുത്തെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നുണ്ട്, അവിടെ നടപടികൾ പുറത്തു പോകുന്നുണ്ട് SITയിൽ നിന്ന്. SITയിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം SITയിലുണ്ട്. ഞങ്ങളുടെ ഒറ്റ ചോദ്യം, 90 ദിവസമായിട്ടൊരു പ്രാഥമികമായ കുറ്റപത്രം പോലും എന്തുകൊണ്ട് സമർപ്പിച്ചില്ല? ഒരു പ്രൈമറി ചാർജ് ഷീറ്റ് സമർപ്പിച്ച ഈ ജാമ്യം കിട്ടില്ലായിരുന്നു. അപ്പൊ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഒരു കേസിൽ അത്ര ഗൌരവമാണല്ലോ. സുപ്രീം കോടതി എന്താ പറയുന്നത്? അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് ഇവിടെ ജാമ്യത്തിന് വരുന്നെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അത്രയും സുപ്രധാനമായ ഒരു കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി ഇവര് പുറത്തിറക്കാൻ ആരാ പറഞ്ഞത്? ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൈക്കോടതിയുടെ വേറെ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരുടെ അന്വേഷണത്തിൽ ലാക്സിറ്റി ഉണ്ട്, മന്ദതയുണ്ട്, ഉഴപ്പുണ്ട്. ഈ ജനങ്ങൾ വിമർശിക്കും. കാരണം സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങുന്ന സാഹചര്യത്തെ ജനങ്ങൾ സംശയത്തോടുകൂടി നോക്കിക്കാണും എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണോ? ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞ വാചകമാണ്, ഇവർ ജാമ്യം കിട്ടി, സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് ജനങ്ങൾ സംശയത്തോടുകൂടി നോക്കും. ആരുടെ? SITയുടെ മീതെ. അപ്പൊ SITക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, ഒരു സംശയമില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് മാറ്റിവെപ്പിച്ചു. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പറഞ്ഞല്ലോ ഒരു മന്ദതയുണ്ടായി. ഡേറ്റ് വെച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞു ഒരു മന്ദത, ഒന്നും ചെയ്തില്ല, കുറച്ചു ദിവസം ഒന്നും. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് CPM പ്രതിക്കൂട്ടിലാവും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സൗകര്യത്തിന് മാറ്റിവെച്ചു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സിംഗിൾ ബെഞ്ച് ഒരു ജാമ്യാപേക്ഷയിൽ അതല്ല, സിംഗിൾ ഹൈക്കോടതിയല്ലേ. പക്ഷേ ഡിവിഷൻ ബെഞ്ച് അതല്ലല്ലോ. അല്ലല്ല, ഡിവിഷൻ ബെഞ്ച് എപ്പോഴാ പറഞ്ഞിരിക്കുന്നത്? ഡിവിഷൻ ബെഞ്ച് എപ്പോഴാണ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ടല്ലേ ഈ സംഭവങ്ങൾ. അന്ന് ഞങ്ങൾ ആരെങ്കിലും ഡിവിഷൻ ബെഞ്ച് ഭരണകാലത്ത് ഞങ്ങൾ ആരെങ്കിലും SITയെ വിമർശിച്ചോ? നിങ്ങൾ എടുത്തെടുത്ത ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നാണെന്ന് പറഞ്ഞു. SITയിൽ വിശ്വാസമുണ്ട്, അവര് സത്യമായി കാര്യങ്ങൾ ചെയ്യും. ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്പം നോക്കാം, അപ്പം പറയാമെന്നാണ്. നിങ്ങളൊരു 5 പ്രാവശ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർ SITയിൽ അവിശ്വാസം. ഞങ്ങൾ പറയാം SITയിൽ അവിശ്വാസമില്ല, ഹൈക്കോടതി നിയന്ത്രണത്തിലാണ് SIT. ഒരു അന്വേഷണം വഴി തെറ്റിയാൽ ഞങ്ങൾ അന്ന് പറയാന്ന് പറയും. ഇപ്പൊ വഴി തെറ്റി. സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി, ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി വരെ പുറത്തിറങ്ങുവാണ്. അപ്പൊ വഴി തെറ്റിയില്ലേ? എന്തുകൊണ്ടാണ് കുറ്റപത്രം, പ്രാഥമിക കുറ്റപത്രം SIT കൊടുക്കാത്തത്? അത് ഗൌരവമുള്ള കാര്യമല്ലേ? അത് ഹൈക്കോടതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർ മുഴുവൻ മറ്റേ സിംഗിൾ ബെഞ്ച് പറഞ്ഞതുപോലെ സംശയത്തോടു കൂടിയാണ് SITയെ നോക്കുന്നത്. ഒരു കോടതിയാ പറഞ്ഞത്, സംശയത്തോടുകൂടി. എന്തുകൊണ്ട് പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇവർ പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതിയാവും. ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. കാരണം 3 സുപ്രധാന CPM നേതാക്കളെ ജയിലിൽ കിടക്കുന്നത്. ഇനി അന്വേഷണം വ്യാപിച്ചാൽ ഇനിയും പ്രധാനപ്പെട്ട CPM നേതാക്കൾ അകത്തു പോകും. അതുകൊണ്ടാണ് ഇതിനെ മരവിപ്പിച്ചത്. രാഷ്ട്രീയമായ ഇടപെടൽ നടത്തി ദുർബലപ്പെടുത്തുകയാണ്. ഒരു മറുപടി ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ ആ മറുപടി പറയാനുള്ള ഒരു സാഹചര്യം കൊടുക്കാതെ സഭയിൽ നിന്ന് ഇറങ്ങി പോകുന്ന എല്ലാത്തിനും 5 മന്ത്രിമാർ ഇരുന്നിട്ട് പറഞ്ഞല്ലോ, സഭ ഞങ്ങൾ പ്രതിഷേധം പല രീതിയിൽ പ്രകടിപ്പിക്കും. ഈ നിയമസഭാ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവര് പ്രതിപക്ഷത്തിരുന്നപ്പോഴും പല രീതിയിലുള്ള പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞല്ലോ എങ്ങനെയാണ് സഭയിൽ ഇന്നലെ ചാടിക്കേറി. ഞങ്ങൾ ചാടിക്കേറിയല്ലോ, കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് അറിയില്ലല്ലോ. സ്പീക്കർ ഇരുന്ന കസേര എടുത്ത് താഴേക്കിട്ട ആളെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് മന്ത്രിമാര് എങ്ങനെ നിയമസഭയിൽ പെരുമാറണമെന്ന്. ഒക്കെ അവരെ കൂടെ ഇരിക്കുന്നുണ്ട്. എല്ലാ കുഴപ്പവും കാണിച്ച ആളുകൾ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതിഷേധിച്ചു, ശക്തിയായി പ്രതിഷേധിച്ചു, ഒരു സംശയ കാര്യത്തില്ല. ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. സമാധാനപരമായിട്ടാണ്.
ആസൂത്രണം ചെയ്ത സമരം എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ അവർക്ക് എന്തും പറയാമല്ലോ. എന്താണ് പ്രതിപക്ഷം ആദ്യമായിട്ടാണ് സമരം ചെയ്യുന്നത്? ഞാൻ ആ ടൈഡൽ 7 എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണല്ലോ ഈ മുഖ്യമന്ത്രി പ്രചരണം നടത്തിയത്. ടൈഡൽ 7 എന്ന് പറയുന്ന ബോംബെയിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാണല്ലോ അവർ നടത്തിയത്. അവർക്കുണ്ടല്ലോ PR ഏജൻസികൾ. സുനിൽ കനകോല് കോൺഗ്രസുകാരനാണ്, കോൺഗ്രസിന്റെ അംഗമാണ്. അദ്ദേഹം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ രാജ്യത്തെ എല്ലായിടത്തും സഹായിക്കാറുണ്ട്. ഇവിടെ കേരളത്തിലെ UDF കൂടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. പിന്നെ നിയമസഭയിൽ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് കനകോലിന്റെ അഡ്വൈസ് വേണമല്ലോ. അപ്പൊ ഇതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടൊരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? കനകോലു എന്നൊക്കെ എന്തൊക്കെ അധിക്ഷേപം പറഞ്ഞത്. എന്നിട്ട് ഉള്ളി അധിക്ഷേപിച്ച കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മന്ത്രിനെ എന്തെല്ലാം ഇതാണ് പറഞ്ഞത്. മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ്, എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യമൊന്നും പറഞ്ഞു. മനസ്സിൽ ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ ചിലരെ. അപ്പൊ എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു. എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ഇന്നലെ നിങ്ങളോടെന്താ പറഞ്ഞത്? ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFI DYFI പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു. ആ സമരം സംഘടിപ്പിച്ച ആളാണ് പുള്ളിവർ. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ആ സമരം പാർലമെന്ററി മന്ത്രി എന്നാണ് അല്ല ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്ലിപ്പ് ഉണ്ടായി കാണും. അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ. അത് എന്റെ സമനില തെറ്റി, എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത്. അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ? സ്ലിപ്പ് ഒരു പാർലമെന്ററി കാര്യ മന്ത്രിയെ പറഞ്ഞ അടുത്ത മന്ത്രിക്കുള്ള മറുപടി പറയണതിന്റെ ഇടയിൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനില്ലേ? ഒരു സ്ലിപ്പ്, ഒരു വകുപ്പിന്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോ എനിക്ക് ഭ്രാന്താണ്, എന്റെ സമനില തെറ്റി, എന്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത്, സംസാരിച്ചത്. അപ്പൊ എത്രമാത്രം വിരോധവും ശത്രുതയും വ്യക്തിപരമായി എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത്. കാരണം ടാർഗറ്റ് ചെയ്യാൻ എനിക്ക് അതെനിക്കറിയില്ല. ഞാൻ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ്. കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എന്നെ സഹായിക്കാനെന്നാണ് എന്റെ വിചാരം. മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞത്. അതൊക്കെ ആർക്കെതിരെയും സംസാരിക്കാമല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ, ഞാൻ UDFന്റെ ചെയർമാനല്ലേ, ഞാൻ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ. എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാമല്ലോ. ഈ പറയുന്ന CPMലെ 2ാം നിര മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണെന്ന് പറയാലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. അവര് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച എന്താ തെറ്റ്? അല്ലല്ല, അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ്. ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ്, വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ്. ഞാൻ എന്നെ ഇത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ ഈ ബാനറിലെ വടിയൂരി അടിച്ചു എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അടിച്ചത് ആരെന്ന് അറിയാമെന്നും അതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അസംബന്ധമാണ് പറയുന്നത്. വടി വെച്ച് ഒരാളെ അടിച്ചിട്ടില്ല, അസംബന്ധമാണ്. സ്പീക്കർ പറഞ്ഞത് അസംബന്ധം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ സ്പീക്കർ കണ്ടില്ല എന്ന് പറഞ്ഞു. സ്പീക്കർ കണ്ടില്ല എന്ന് പിന്നെ എങ്ങനെ സ്പീക്കർ ഇന്ന് അത് പറയണം? സ്പീക്കർ കണ്ടില്ല എന്ന് ഇന്നലെ എന്താണ് സ്പീക്കർ പറഞ്ഞ നിയമസഭയിൽ? അതായത് സ്പീക്കറിന്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തേണ്ട ഗൌരവമുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ആണോ? ഒരു പ്രശ്നം. സാധാരണ സ്പീക്കർമാര് സഭ സംഘർഷം ഉണ്ടെങ്കിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എല്ലാവരും വിളിക്കും. ഇപ്പൊ വിളിച്ചാൽ മുഖ്യമന്ത്രി വരില്ല, മുഖ്യമന്ത്രി അതിന് തയ്യാറല്ല. മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാത്തത്. ഇന്നലെ ചർച്ചയ്ക്ക് വിളിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പറഞ്ഞില്ലേ? സ്പീക്കറുടെ നാവിൽ നിന്നാണ് വന്നത്. അങ്ങനത്തെ ഗൌരവമുള്ള ഒരു കുഴപ്പം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇന്ന് മാറ്റി പറയേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഒരു പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ഒന്നുകിൽ BSCയിൽ പറയണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വത്തെ പാർലമെന്ററി കാര്യമന്ത്രി വഴി ഗവൺമെന്റ് അറിയിക്കണം. ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടോ ഞങ്ങളോട് സംസാരിച്ചിട്ടോ ഫോണിൽ പോലും ഞങ്ങളോട് പറഞ്ഞില്ല. അവർ പാസ്സാക്കിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. എന്താ പിന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു എന്താണ് കേന്ദ്രത്തിനെ വിമർശിക്കില്ല എന്ന്. ഫിനാൻസ് കമ്മീഷൻ എന്താ പറഞ്ഞതെന്നറിയോ? ഈ ഗവൺമെന്റ് അവതരിപ്പിച്ചതിനേക്കാൾ ഭംഗിയായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ ഫിനാൻസ് കമ്മീഷന്റെ 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ മുമ്പിൽ കേരളത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. മനസ്സിലായേ? അത്ര ഭംഗിയായിട്ടാണ് ഞങ്ങൾ വെൽ സ്റ്റഡീഡ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ
കേന്ദ്രത്തിൽ പാർലമെന്റിൽ സമരം നടക്കുമല്ലേ, കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സമരം നടക്കുമല്ലേ, എല്ലാ സ്ഥലത്തും